ലക്ഷ്മി വരുന്നുണ്ട്, തുടങ്ങിക്കോ. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണോ, ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ, ചജും 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 അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണോ, ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ, ചജും 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 പല വാസലില്ല വീടോ ഒരു താളമില്ല കൂത്തോ തട്ടി തരികിട തരികിട തതികിടത്തോ അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം. നമ്മുടെ വേണുവിനെ സമ്മതിച്ചേ പറ്റൂ. എന്താടാ? അല്ല, ശോകഗാനങ്ങൾ പാടി ആർട്സ് ക്ലബ് സെക്രട്ടറി പെങ്കൊച്ചിനെ വലയിലാക്കുന്ന അവൻ പറഞ്ഞില്ലേ? അയ്യോ ലക്ഷ്മിയെ. അത് തന്നെ. ആ കുട്ടി ചാക്കിലായി കഴിഞ്ഞാൽ അവൻ പറയണേ. ലക്ഷ്മിയല്ല, അവളുടെ ചേച്ചിയെ വേണമെങ്കിലും പാട്ടുപാടി വളയ്ക്കാമെന്ന് അവൻ പറഞ്ഞോ നടക്കണേ. ഇത്രക്ക് ദുർബല മനസ്സാണോടാ ലക്ഷ്മിയുടെ? എന്ന് വെച്ചാൽ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഒരുത്തൻ കണ്ണി ഉള്ളി വെച്ച് പാടുമ്പോ നേരെ വാ എന്നുള്ള പെൺകുട്ടികൾ വീണു പോകൂലേ? അത് വീണു. വേണു അവിടെ ഇന്ന് കണ്ടയില്ലല്ലോ. ഒരാഴ്ചക്കകം വേറെ 3 പെൺപിള്ളാരെ കൂടി കറക്കി എടുക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞത്. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ്. ഇക്കണക്കിന് അവൻ ഇക്കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. വാവാ. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം, ചജും 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 തെരുക്കൂത്തുക്ക് പാട്ടുക്ക് താളഗതി വേണം. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ, മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിനു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ, മനസ്സിലെ ഭാവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിനു വേറെ. ഇതിനൊക്കെ ചെരുപ്പുകൊണ്ട് അടികൊള്ളണം, അപ്പോഴേ യഥാർത്ഥ കണ്ണീർ കായലാവും. പാട്ടുപാടി വീഴ്ത്തി പോലും. താൻ ആരാ? യേശുദാസോ? ലക്ഷ്മി, ഞാൻ ഒന്നും പറയണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ മനഃശാസ്ത്രമൊക്കെ മാറിപ്പോയി. ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ എന്താ ദുഃഖത്തിനുള്ള കാരണം എന്ന് ചോദിച്ചു പോയി. അതോടെ തന്റെ വലയിൽ വീണു.